ഇന്നലെ സാബുചേട്ടൻ പറഞ്ഞത് ഒരു വണ്ടർഫുൾ ഫാക്റ്റ് ആണ്. കാരണം അവിടെ സത്യം പറഞ്ഞാൽ ഇപ്പൊ ഗെയിം കളിക്കുന്നത് വന്ന് ജാസ്മിനും ജിൻഡോയും മാത്രമേ ഉള്ളൂ. വേറെ ലെവലാണ് അവരുടെ ഗെയിം സ്ട്രാറ്റജി. ഇന്നലെ വേറൊരു കാര്യം ശ്രദ്ധിച്ചോ, ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കാണെങ്കിലും സത്യം പറഞ്ഞാൽ എൻ്റെ അമ്മ ചോദിച്ചു, അയ്യോ ജിൻഡോ വന്നിട്ട് ജാസ്മിനെ സമാധാനിപ്പിക്കുന്നുണ്ട്, പാവട്ടെ ആ പയ്യന് മനസ്സിലൊന്നുമില്ലാന്ന്. ജാസ്മിനും അങ്ങനെയൊന്നുമില്ല. ജാസ്മിന് ഞാൻ പറഞ്ഞില്ലേ, കുത്തിത്തിരിപ്പ് ഉണ്ടാക്കിയാലും ഫൈറ്റ് ഉണ്ടായാൽ പോയി സമാധാനിപ്പിക്കും. ഓക്കെ, അപ്പോൾ നമ്മുടെ റസ്മിന്റെ പ്രശ്നത്തിൽ ജിൻഡോ വിളിച്ചിട്ട് ഇങ്ങനെ സമാധാനിപ്പിക്കുന്നുണ്ടായിരുന്നു. സാബുചേട്ടൻ പറഞ്ഞ വലിയൊരു പോയിന്റാ. ഈ ജിൻഡോയും ജാസ്മിനും ഒരുമിച്ച് നിന്ന് ഗെയിം കളിക്കാൻ തുടങ്ങിയാൽ പിന്നെ ബാക്കിയുള്ളവരൊക്കെ വീട്ടിലോട്ട് പോകണമായിരിക്കും നല്ലത്. കാരണം വേണമെങ്കിൽ ഒരു 3 പേർക്ക് അവിടെ നിൽക്കാം. 3 പേർക്ക് ഇപ്പം അവിടെ നിൽക്കാൻ പറ്റിയത് ആരുമില്ല. ഇപ്പം സിജു ആണെങ്കിലും കാട്ടുതീയും കൊണ്ടുവന്നിട്ട് അവിടെ AC ഓണായിട്ടാന്ന് തോന്നുന്നു, തീ വരുന്നില്ല, പുക മാത്രമേ വരുന്നുള്ളൂ. സത്യമായിട്ടും സിജു എന്താ അവിടെ ഗെയിം കളിക്കുന്നതെന്ന് എനിക്കറിയത്തില്ല കേട്ടോ. അപ്പോൾ ഇവർ രണ്ടുപേരും ഒരുമിക്കാതിരിക്കാൻ നിങ്ങൾ നോക്കിക്കോ. ഒരുമിച്ച പണിയാന്നാ പറയുന്നത്. ഒരുമിച്ച് കഴിഞ്ഞാൽ ഈ പറഞ്ഞ മാതിരി അവിടെ വേറൊരു കാര്യമുണ്ട് ഗൈസ്. നമ്മൾ ഗ്രൂപ്പ് കോംബോ അടിച്ച് കളിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഒരു നെഗറ്റിവിറ്റി അവിടെ ഇൻഡയറക്ട്ലി വരും. കാരണം അങ്ങോട്ടും ഇങ്ങോട്ടും സജഷൻസ് വരും, നമ്മളുടെ ഒരു ക്യാരക്ടർ പോവും. അല്ലെങ്കിൽ പിന്നെ അത്രയും ഇൻഡിവിജ്വലായിട്ട് യൂണീക്കായിട്ട് രണ്ടുപേരും ഇൻഡിവിജ്വലാന്ന് അക്സെപ്റ്റ് ചെയ്തുകൊണ്ട് തന്നെ നിൽക്കണം. സോ വാട്ട് എവർ ഇവർ രണ്ടുപേരും ഒരുമിച്ച് കളിച്ചാൽ പോസിറ്റിവിറ്റി ഉണ്ട്, നെഗറ്റിവിറ്റി ഉണ്ട്. പോസിറ്റിവിറ്റി എന്ന് പറഞ്ഞാൽ സംഭവം കുറച്ചുകൂടി വേറെ ലെവലാവും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ടുപേരും സംസാരിക്കാൻ അറിയുന്ന ആൾക്കാർ, രണ്ടുപേർക്കും എവിടെ ചൊറിയണം എന്ന് അറിയുന്ന ആൾക്കാരാണ്. അപ്പോൾ സാബുചേട്ടൻ പറഞ്ഞ വലിയൊരു ഫാക്റ്റാണ് അത്. ജാസ്മിനൊക്കെ ചുമ്മാ തീയാണ്, നിങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് ഗെയിം കളിക്കാനുള്ള നോക്കിക്കോന്ന്. അതേപോലെ തന്നെ പവർ ടീം കൊടുത്തിരിക്കുന്ന ഒരു വിലക്കാണ് ജിൻഡോനോട് സാബുചേട്ടൻ്റെ അടുത്ത് ഇരിക്കരുത് എന്നുള്ളത്. വലിയ പുലികളാണോ? കാരണം ചേട്ടൻ തന്നെ ശ്വേതോട് പറയുന്നുണ്ട്, ഇവർ ചെറിയ ടീമൊന്നുമല്ല, തല അത്യാവശ്യം വർക്ക് ചെയ്യിപ്പിക്കുന്നുണ്ട്, പക്ഷെ എഫേർട്ട് വൈസ് വരുന്നത് കുറവാന്നുള്ളൂ. നിങ്ങളുടെ എന്താ അഭിപ്രായം? ജിൻഡോയും ജാസ്മിനും ഒരുമിച്ച് കോംബോ ആയിട്ട് കളിച്ചാൽ കളി വേറെ ലെവലിലോട്ട് പോകുന്നതാണോ? എനിക്കറിയാം ജിൻഡോ ഫാൻസ് പോയേ ജിൻഡോ ഒറ്റ കളിച്ചാൽ മതി എന്ന് പറയുന്നത്. യെസ്, ആഫ്റ്റർ ഓൾ ഒറ്റ കളിക്കുന്നത് നല്ലത്. പക്ഷെ എന്നാലും ചില സമയത്ത് ഇവർ ഒരുമിച്ച് നിന്ന് കോംബോ ആയിട്ട് കളിക്കുകയാണെങ്കിൽ അവിടെ ബീറ്റ് ചെയ്യാൻ വേറെ ആൾക്കാരില്ല.